മാതാപിതാക്കളെ, സ്നേഹമുള്ള അധ്യാപകരെ, സിസ്റ്റേഴ്സ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചതിന് ആദ്യം തന്നെ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം എന്നെ കൊണ്ട് ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോടും കൈകാരന്മാരോടും ടീച്ചർമാരോടും ഇടവക മുഴുവനോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ അറിയുകയാണ്. ഈ അധ്യയന വർഷത്തിലെ വേദപാഠ ക്ലാസ്സുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയി വേദപാഠം പഠിക്കുന്നത് എന്തിനാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പഠനത്തിന് എത്ര കുട്ടികൾ അതിന് നൽകേണ്ട പ്രാധാന്യം നൽകുന്നുണ്ട്? നിർഭാഗ്യവശാൽ പല മാതാപിതാക്കളും ഇന്ന് വേദപാഠത്തിന് അധികം പ്രാധാന്യം നൽകുന്നില്ല. ഇതൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ നേടാനുണ്ടോ എന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത്. ദൈവം എന്നെ സൃഷ്ടിച്ചു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സംരക്ഷിക്കുന്നു, ദൈവം കരുണാമയനാണ്, പ്രകൃതിയും പൂക്കളും പൂന്തോട്ടങ്ങളും പൂമ്പാറ്റയും കിളികളും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന് ഞാൻ ആദ്യമായി കേട്ടത് എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരിൽ നിന്നാണ്. എനിക്ക് അല്പം തിരിച്ചറിവായപ്പോൾ പല രൂക്ഷമായ ചോദ്യങ്ങളും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. എന്നെ എന്തിനിങ്ങനെ സൃഷ്ടിച്ചു എന്നും നീ കടുകൈ എന്നോട് മാത്രം എന്തിന് ചെയ്തു എന്നും ദൈവത്തിനെതിരെ ഞാൻ കയർത്തിട്ടുണ്ട്. അതികഠിനമായ വെറുപ്പ്, അപകർഷത, വെല്ലുവിളി, അഹങ്കാരം, പുച്ഛം എന്നിങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്ത കുഴപ്പം പിടിച്ച മനോഭാവങ്ങൾ എൻ്റെ ഉള്ളിൽ അലറിയും ഉള്ളിൽ നടന്നിട്ടുണ്ട്. അത്തരം രൂക്ഷ മനോഭാവങ്ങളെ അല്പമെങ്കിലും അടക്കി നിർത്തുവാൻ വേദപാഠ ക്ലാസ്സുകളിലെ ചില നന്മകളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നും എന്നെ വളർത്തുവാൻ അനേകരെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന സത്യം എനിക്ക് മനസ്സിലായത് എനിക്ക് ലഭിച്ച ചില നല്ല ക്ലാസ്സുകളുടെ വെളിച്ചത്തിൽ നിന്നാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ അമ്മ വീട്ടിൽ 4-5 അമ്മമാര് ഉച്ചയ്ക്കത്തെ ഭക്ഷണവുമായി വന്നിരുന്നു. നല്ലവരായ ആളുകൾ ഭക്ഷണം നൽകിയും അവരാൽ കഴിയുന്ന സംഭാവനകൾ നൽകിയും ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ ഈ അമ്മമാർ വന്ന സമയത്ത് ഞാൻ ആ വരാതിലേക്ക് ഇരിക്കുകയാണ്. അതിൽ 2 അമ്മമാര് എന്നെ കണ്ട് സങ്കടപ്പെട്ടു. അവരുടെ മുഖം വല്ലാതെ വളരെ ദയനീയമായി അവരെന്നെ നോക്കി നെടുവേർപ്പെട്ടു. പിന്നെ തങ്ങൾക്കോ തങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഈ ദുരവസ്ഥ വന്നില്ലല്ലോ എന്ന് അകമെ സമാധാനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മൂന്നാമത്തെ അമ്മ എന്നെ ആകെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കൊച്ചിനെ എവിടെ നിന്ന് കിട്ടിയതാണ്? ഇതിനെയൊക്കെ വളർത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന്. ഒരു നിമിഷം സ്തംഭിച്ച് മുഖം വിടർന്നു നിൽക്കുന്ന അച്ഛനെയാണ് ഞാൻ കണ്ടത്. പക്ഷേ അച്ഛൻ വളരെ ശാന്തനായി തന്നെ ആ അമ്മയോട് പറഞ്ഞു, ഇവന് കുറവുകളുണ്ട്, ഇവന് പോരായ്മകളുണ്ട്, പക്ഷേ ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇവിടെയുള്ള മറ്റ് പല കുട്ടികൾക്കും കുറവുകൾ ഒത്തിരിയുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സങ്കടകരമായ അവസ്ഥകളിൽ നിന്ന് വന്നവരും മാതാപിതാക്കൾ കൂടെ ഇല്ലാത്തതിൻ്റെ നികത്താനാവാത്ത നഷ്ടം അനുഭവിക്കുന്നവരുമാണ് അവർ.
മനുഷ്യത്വമുള്ള ഒരു നല്ല വ്യക്തി ആയിരിക്കണം എന്ന് ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയുന്നത്. അമ്മ വീട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സ്നേഹിക്കുകയും എന്നോട് അങ്ങേയറ്റം കരുണ കാണിക്കുകയും ചെയ്തു. അവരെനിക്ക് ഭക്ഷണം വാരി തരുന്നു, അവരെന്നെ പല്ല് വൃത്തിയാക്കുന്നു, അവരെന്നെ വസ്ത്രം ധരിപ്പിക്കുന്നു, സ്കൂളിലേക്ക് കൊണ്ടുപോകുവാൻ അവരെന്നെ എടുത്ത് ഓട്ടോയിൽ ഇരുത്തുന്നു, സ്കൂളിൽ ചെന്നാലോ എന്നെ എടുത്ത് ക്ലാസ് റൂമിലും അവർ പോകുന്നിടത്തെല്ലാം എന്നെ കൊണ്ടുപോകുന്നു. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എനിക്ക് നിഷേധിച്ചത്, സഹോദരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എൻ്റെ കൂട്ടുകാരെനിക്ക് തരുന്നത്. എൻ്റെ കയ്യിൽ കാര്യമായി അവർ പ്രവർത്തിക്കുന്നു. ഒരു കാര്യത്തിനും എന്നെ അവർ മാറ്റി നിർത്തുന്നില്ല. അവർ വോളിബോൾ കളിക്കാൻ പോകുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് കോർട്ടിനരികിൽ ഇരുത്തും. ഫുട്ബോൾ കളിക്കാൻ ടർഫിൽ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും. പോകുന്ന വഴി അവരെയും എന്നെയും പലരും തുറച്ചു നോക്കുമെങ്കിലും ഒരത്ഭുത ജീവിയെ പോലെ നോക്കി കാണുമെങ്കിലും എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി അതൊന്നും ഗൗനിക്കാറില്ല. അവർ നൽകുന്ന സ്നേഹത്തിന്, അവർ നൽകുന്ന ശുശ്രൂഷയ്ക്ക് പകരം നൽകുവാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പ്രിയമുള്ളവരെ, അന്ന് ആ അമ്മ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ആർക്കും ഒരു പ്രയോജനമില്ലാത്തവനാണോ എന്ന് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് എൻ്റെ ശരീര ന്യൂനതകളെ ഓർത്ത് നിരാശപ്പെട്ട് അപകർഷത ബോധത്താൽ ഭാരപ്പെട്ട് എൻ്റെ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ പാഴാക്കിയാൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമില്ലാത്തവരും എന്നെ ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു സങ്കടകരമാവുന്നില്ല. അതിനാൽ നന്നായി പഠിച്ച് ഒരു ഡിഗ്രിയും PG-യും എടുത്ത് ഒരു നല്ലൊരു അധ്യാപകനാകാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ പഠിച്ച് നന്മയുള്ള കുഞ്ഞുങ്ങളായി വളരുക. അതുതന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കളും ഈ സമൂഹവും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. തെറ്റായ പ്രേമബന്ധങ്ങളിൽ അകപ്പെട്ട് മയക്കുമരുന്നിന് മറ്റ് അടിമപ്പെട്ട് ദൈവം തന്ന ഈ സുന്ദര ജീവിതത്തെ നിങ്ങൾ വിരൂപമാക്കരുത്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, TV മുതലായവ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, ഉപയോഗിക്കണം. പക്ഷേ പക്വതയോടെ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങളെക്കാൾ മുതിർന്നവരെ, നിങ്ങളുടെ അധ്യാപകരെ, മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. എന്നെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്യുന്ന കുട്ടികളാണ്. നിങ്ങളുടെ അപ്പൻ്റെ കൂടെ, നിങ്ങളുടെ അമ്മയുടെ കൂടെ, നിങ്ങളുടെ സഹോദരങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതവും അധ്വാനവും സർവ്വസിദ്ധികളും നിങ്ങളെ വളർത്തുവാൻ അവർ ചെലവഴിക്കും. ഒരു ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾ അവരെ വേദനിപ്പിക്കും. ഞാൻ സന്തോഷമാണ്, സംതൃപ്തമാണ്, നിരാശനല്ല. ശ്രേഷ്ഠമായ ഭൂമിയിൽ ദൈവം എനിക്ക് ജന്മം നൽകി, ജീവിക്കുവാൻ ഭൂമി നൽകി. എനിക്കും നിനക്കും അവിടുന്ന് തന്ന അനുഗ്രഹങ്ങളാകുന്ന സമ്മാനങ്ങളെപ്പറ്റി ശ്രീ മധുസൂദനൻ നായർ തൻ്റെ ഇരുളിൽ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ എന്ന കവിതയിൽ വിവരിക്കുന്നുണ്ട്. സമയപരിധി മൂലം ആ കവിത നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നൽകട്ടെ. ഇരുളിൽ മഹാനിദ്രയിൽ നിന്നുണർത്തി നിറമുള്ള ജീവിതപ്പീഡിതന്നോ, ഇരുളിൽ മഹാനിദ്രയിൽ നിന്നുണർത്തി നിറമുള്ള ജീവിതപ്പീഡിതന്നോ, എൻ്റെ ചിലകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു ആത്മശിഖരത്തിലൊരു കൂടു ഒരു കുഞ്ഞുപൂവിലും തൽക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതേ ഒരേറെ. ഒരു കുഞ്ഞുപൂവിലും തൽക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതേ ഒരേറെ. ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളിയൊഴിയാതെ നീ തന്നെ ഒഴുകുന്ന പുഴയേകുമേ. കനവിൻ്റെ നിഴലാൽ നിന്നെ പടർത്തി ചുരാകാശമെങ്ങുമേ. ചുരാപാടി കരയുമ്പോഴും നീർത്തൊരരുവിരൽ താരാട്ടും തളരുമ്പോഴും ഒരു കൊച്ചുരാ